ഹലോ ഗൈസ്, ഇന്ന് മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു മിനി വ്ളോഗാണ് ചെയ്യുന്നത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കിച്ചൺ വ്ളോഗിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ചോറിന് ഞാൻ അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഏകദേശം ചോറ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വെയിലുറക്കിന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്യാൻ ഇട്ടിരുന്നു. അപ്പോൾ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ പുറത്തേക്കൊന്നും എടുത്തിട്ടില്ല. ഇനി വെയിലുറച്ചാൽ മാത്രമേ പുറത്തേക്ക് ഇടൂ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അയക്ക കെട്ടിയിട്ട് അകത്ത് തന്നെ ഇടണം എന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കറി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. നത്തോലിയാണ്. ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് ഇവിടെ നെത്തൽ പരലെന്ന് പറയും കേട്ടോ അതിനെ. അപ്പോൾ വെള്ള നത്തോലിയാണ്. അപ്പോൾ അതൊക്കെ കറി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നല്ല ഓളിച്ചുള്ള പാത്രമാണ്. അപ്പോൾ കൊട്ടകൈ കൊണ്ട് ഊറ്റിയിട്ട് അതിലേക്ക് ഇതാണ് ചെയ്യുന്നത്. ചോറൊക്കെ ഞാൻ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ മുതലും ഞങ്ങൾക്ക് രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൂടെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ചുക്കളാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത്. പിന്നെ നമ്മുടെ കറി ആയിട്ടുണ്ട്. നമ്മൾ തോരൻ്റെ പയറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. പയർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ പയർ നല്ല വലുതാക്കിയിട്ട് കട്ട് ചെയ്യാനാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഞാൻ മുറിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. വലുതാക്കുമ്പോൾ വേവാൻ ഒരുപാട് ടൈം പിടിക്കുക. അങ്ങനെ തോരനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നന്നാക്കി വാഷ് ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നിപ്പം ഞാൻ മെഴുക്ക് പുരട്ടിയായിട്ട് തയ്യാറാക്കാനാണ് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ തോരൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നാക്കി ഇളക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു പകുതി സവാള വളരെ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പയർ ഹാഫ് കുക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ തുറന്ന് നോക്കി. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് പയറത് നന്നാക്കി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിന്ന് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ തയ്യാറാക്കിയത്. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസെല്ലാം ഓഫാക്കി വെച്ചേ. പിന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാണ്ടായിരുന്നു. നത്തോലീൻ്റെ കുറച്ച് മീൻ അവിടെ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കടുകെണ്ണയാണ് കേട്ടോ. കടുകെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാ മീനും ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മറിച്ചിട്ട് കൊടുക്കാനേ. ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് കേട്ടോ. എനിക്ക് ഏറ്റവും എളുപ്പം കത്തിയാണ് കേട്ടോ. ഇവിടെ കോരിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും കോരിയൊന്നും ഇല്ലയെന്ന്. കോരിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കത്തി എടുക്കുന്നത്. അങ്ങനെ മീനെല്ലാം മറിച്ചിട്ട് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കരിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, കരിവേപ്പിൻ്റെ ഫ്ലേവറും കൂടെ അതിലേക്ക് മിക്സ് ആകുമ്പോൾ നമ്മുടെ ഫ്രൈക്ക് ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവേ. ഒന്ന് നന്നാക്കി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കേ. അപ്പോൾ 2 ഭാഗം നന്നാക്കി ഞെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇറക്കി വയ്ക്കാം. ഇപ്പം തന്നെ സമയം ഏകദേശം 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ്.
ഞാനിത് ചോറ് പാത്രത്തിലൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തോരൻ എടുക്കുന്നുണ്ട്. പിന്നെ ചോറ് കഴിക്കുമ്പോൾ തോരനാണ് കൂടുതൽ വേണ്ടത് ഞങ്ങൾക്ക്. അങ്ങനെ അതാ തോരൻ എടുത്തിട്ടുണ്ട്. തോരനല്ല, മെഴുക്ക് പുരട്ടി. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത മീനും കുറച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ മുളകിട്ട നത്തോലി കറിയാണ്. ചെറിയ ഉള്ളിയൊക്കെ ഉടച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഒരു 4 പീസ് കക്കരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ കൊളസ്ട്രോളിനൊക്കെ പറ്റിയതാണെന്ന് പറയാം, കാന്താരി മുളകാണ്, അതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടോ. നമ്മുടെ തൊടിയിൽ കുറച്ച് കപ്പയ്ക്ക് തട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം കുറച്ച് മഴച്ചോർച്ചൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നട്ട കപ്പയാണ്. അപ്പോൾ പറിച്ചിട്ട് ഞങ്ങൾ കുത്തൻ അങ്ങനെ വെച്ചതായിരുന്നു. എന്നിട്ട് അതൊക്കെ ഇലക്കെ ഉണ്ടായി വന്നതാണ്. അപ്പോൾ ഇനി ചെറിയ പീസാക്കി ഒന്ന് മാറ്റട്ടെ. വെട്ടുന്നതിനനുസരിച്ച് നമ്മൾ അടി നിലത്ത് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ മോൾഭാഗം താഴ്ഭാഗം ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കപ്പൻ്റെ കൊമ്പെല്ലാം വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴിച്ചിടാൻ പോവാണ്. ഒന്ന് ചരിച്ചിട്ടാണ് കേട്ടോ കുഴിച്ചിടുന്നത്. അങ്ങനെ നമ്മളിതാ കുഴിച്ചിട്ടു. പിന്നെ ഈ കപ്പൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, അത് ഇതിൻ്റെ മുറട്ടേക്ക് ഒന്നായിട്ട് കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മഴ ഒന്ന് ചാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കുകയാണ്. ഓക്കെ. മഴ ഒന്ന് നന്നാക്കി കനത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൊടിയിലെ പണിക്ക് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് മഴ നന്നാക്കി പെയ്തിട്ടോ. അപ്പം മഴ നന്നാക്കി പെയ്യാൻ തുടങ്ങി. നമ്മുടെ സാധനമൊക്കെ ആയിട്ട് വീട്ടിനുള്ളിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഡ്രസ്സൊന്നും ഉണക്കാൻ ഇടാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെ കുളിക്കാനൊക്കെ കയറിയ ഇതൊക്കെ നമ്മുടെ തൊടിയാണ്. ഈ ഫ്രണ്ടിലുള്ളതാണ് നമ്മുടെ റോഡ് കേട്ടോ. ഇതിൽ കുട്ടി ബസ്സൊക്കെ പോണ ഒരു റോഡാണ് ഇത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തണുപ്പായിട്ടോ. അപ്പോൾ ഒരു കട്ടൻ കോഫി ഉണ്ടാക്കിയതാണ്. ഇത് ബ്രൂവിൻ്റെ കോഫിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ കോഫിയൊക്കെ കഴിക്കട്ടെ. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ട്യൂഷൻ എടുക്കാനുള്ള കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂഷനൊക്കെ എടുക്കുകയാണ്. ഇനി അതിനുശേഷം പിന്നെ കുറച്ച് വെയിൽ വന്നിട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ആറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മുടെ മിനി വ്ളോഗ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. താങ്ക് യു.